നമസ്കാരം, ഏവർക്കും മീഡിയ കത്തോലിക്കയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മേരി മാത മേജർ സെമിനാരിയുടെ റക്ടറും സീറോ മലബാർ സഭയുടെ ഡോക്ട്രിനൽ കമ്മീഷന്റെ സെക്രട്ടറിയുമായ റവറൻഡ് ഡോക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കലാണ്. എൻ്റെ മാത്രമല്ല, പ്രേക്ഷകരുടെയും കൂടി ആവാം ചില ഈശോയെക്കുറിച്ചുള്ള ചില സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാനാണ് അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക. അച്ഛാ, സ്വാഗതം. അച്ഛാ, നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനായി ജനിച്ച ഈശോ എങ്ങനെയാണ് ദൈവമാകുന്നത്? ഇത് സാധാരണ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലരും പറയാറുണ്ട്, ഇങ്ങനെ സഭ എങ്ങനെ സാധാരണ ഒരു മനുഷ്യനെ ദൈവമാക്കി മാറ്റിയതാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു സാധാരണ നമ്മളെപ്പോലെ ജനിച്ച ഒരു വ്യക്തിയല്ല ഈശോ എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഈശോയുടെ ജനനത്തിൽ തന്നെ പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ മാതാപിതാക്കളുടെ സംയോഗഫലമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷേ ഈശോയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്ത്യാനികളായ നമ്മൾ വിശ്വസിക്കുന്നതും അതുതന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവാക്കപ്പെട്ടത്. അല്ലാതെ ഔസപിതാവും മാതാവും തമ്മിലുള്ള സംയോഗഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന വ്യക്തിയല്ല ഈശോ. അപ്പോൾ ഈശോയുടെ ജനനത്തിൽ തന്നെ ഒരു ദൈവിക ഇടപെടലുണ്ട്, ദൈവികത്വമുണ്ട്. അച്ഛാ, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ സാധാരണക്കാർക്ക് അതെങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? അത് സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇത് ഒരു വിശ്വാസ രഹസ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ബുദ്ധിശക്തി കൊണ്ട് മാത്രം നമുക്കിത് പൂർണ്ണമായിട്ട് വിശദീകരിക്കുക എളുപ്പമല്ല. ഇത് വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യം എന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവാക്കപ്പെട്ടത്. സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന, നമ്മുടെ മാനുഷിക ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യം, ഒരു പുരുഷൻ്റെ സ്ത്രീയുടെ സംയോഗഫലമായിട്ടാണ് ഒരു കുഞ്ഞ് രൂപം കൊള്ളുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യൻ്റെ സൃഷ്ടി മുതലുണ്ടെന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കണം. ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യൻ്റെ സൃഷ്ടിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കാര്യവും സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഈ പ്രപഞ്ചവും മനുഷ്യനും ഒക്കെ അതിൻ്റെ ആദ്യ കാരണം, അതിൻ്റെ തുടക്കം ദൈവത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതിനെയും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. അത് ഒരു ശാസ്ത്രീയമായൊരു വിശദീകരണം അതിന് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് ഒരു പക്ഷേ അത് വിജയിക്കണമെന്നില്ല. കാരണം പല ശാസ്ത്രീയ വിശദീകരണങ്ങളും പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ക്ലോണിങ് പോലെയുള്ള പല കാര്യങ്ങളൊക്കെ പലരും പറയും. പക്ഷെ അതൊന്നും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഏറ്റവും ലളിതമായ വിശ്വാസത്തിൻ്റെ ഭാഷ തന്നെ സ്വീകരിക്കുന്നതാണ് നല്ലത്. അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പരിശുദ്ധ അമ്മയിലുണ്ടായി എന്ന കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. അച്ഛാ, അപ്പം അച്ഛൻ പറയുന്നു ഈശോ മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപേ തന്നെ ഈശോ ദൈവമായിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിലാണ് വിശ്വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം. അപ്പോൾ ഈ പുത്രനായ ദൈവം, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രനായ ദൈവമാണ് മനുഷ്യനായി അവതരിച്ചത്. അതാണ് ഈശോ. അപ്പോൾ ഈശോയുടെ ആരംഭം എന്ന് പറയുന്നത് മനുഷ്യനായി അവതരിച്ചപ്പോൾ ഉണ്ടായ ഒരു തുടക്കമല്ല. നിത്യതയിൽ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം പുത്രനായ ദൈവം നിത്യതയിലുണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്. അതിന് ആരംഭം പറയുക എളുപ്പമല്ല. ദൈവത്തിൻ്റെ ആരംഭം പറയുന്നത് എളുപ്പമല്ല എന്ന് നമുക്കറിയാം. ദൈവം എന്നുമുള്ള ആളാണ് ദൈവം. അപ്പം അതുകൊണ്ട് ഈശോയുടെ ആരംഭം ഈ മനുഷ്യാവതാരത്തിലല്ല, നിത്യതയിലാണ്. നിത്യതയിൽ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടൊപ്പം ഉണ്ടായിരുന്ന പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ചു, മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അതാണ് ഈശോയുടെ ജനനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഈശോ ത്രിത്വത്തിലെ ഒരാളാണെന്ന്. അപ്പോൾ ഈശോയ്ക്ക് അറിയാമായിരുന്നോ ഈശോ താൻ ദൈവപുത്രനാണെന്ന്? അങ്ങനെ എവിടെയെങ്കിലും ഈശോ ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ? ഈശോയുടെ അറിവിനെ കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചത്. ഈശോയ്ക്ക് തന്നെ ആത്മാവബോധം ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് അറിയായിരുന്നു ഈശോ ദൈവമാണെന്ന്. തീർച്ചയായും ഈശോയ്ക്ക് അറിയാമായിരുന്നു. കാരണം അതിനൊരു നല്ല ഉദാഹരണം നമുക്ക് സുവിശേഷങ്ങളിൽ കാണുന്നത്, 12 വയസ്സുള്ള ഈശോ ദേവാലയത്തിൽ കാണാതെ പോകുമ്പോൾ ഔസപിതാവും മാതാവും അന്വേഷിച്ച് വരുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ ഈശോ എപ്പോഴും പിതാവായ ദൈവവുമായുള്ള ഈശോയുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന ആളാണ്.
ഈശോ എപ്പോഴും പറയും, എൻ്റെ പിതാവാണ് എന്നെ അയച്ചത്, ഞാനും പിതാവ് ഒന്നാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ ഈശോയുടെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈശോ ദൈവമാണെന്ന് തൻ്റെ വചനങ്ങളിലൂടെ അവകാശപ്പെട്ടിട്ടുണ്ട്. ഈശോയ്ക്ക് ആത്മാവബോധം ഉണ്ടായിരുന്നു. അതേസമയം ഈ ദൈവമായ വ്യക്തി തന്നെയാണ് മനുഷ്യനായി തീർന്നിരിക്കുന്നതെന്ന് ഈശോയെ കണ്ടവർക്കും ഈശോയുടെ ഇടപഴകിയവർക്കും അറിയാം. പരിപൂർണ്ണ ദൈവവും പരിപൂർണ്ണ മനുഷ്യനുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റു മനുഷ്യരെ പോലെ ഈശോയ്ക്ക് മാനുഷിക വികാരങ്ങളുണ്ടായിരുന്നു, അത് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈശോയ്ക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈശോ ദൈവമാണെന്ന കാര്യം. അച്ഛൻ പറഞ്ഞല്ലോ ഈശോ മാനുഷിക വികാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാധാരണ ഒരാളായിരുന്നു എന്ന്. അപ്പോൾ എനിക്കുള്ളൊരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്, നമ്മളെ പോലെ തന്നെ ബലഹീനതകളും പ്രലോഭനങ്ങളൊക്കെ ഈശോയ്ക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും ലളിതമായി ചുരുക്കി 2 വാചകങ്ങളിൽ അത് പറഞ്ഞെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും അതൊരു വിവരണമായിട്ട് നമ്മൾ കാണും, ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങൾ. അത് സത്യത്തിൽ ഈശോയ്ക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന പ്രലോഭനങ്ങളുടെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു സാമ്പിൾ മാത്രമാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം ഈ പ്രലോഭനങ്ങളെ കുറിച്ച് അവസാനിപ്പിക്കുമ്പോൾ 13-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയും, തൽക്കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയ്ക്ക് പിന്നീടും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് പാപം ചെയ്യാനുള്ള, തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ തോന്നൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ഷണമൊക്കെയാണ്. നമുക്കും അറിയാം എന്താണ് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ മാനുഷികതയുടെ ഭാഗമായിട്ട് ഈശോയ്ക്കും പ്രലോഭനങ്ങളെ നേരിടേണ്ടി വന്നു എന്നത് സത്യമാണ്. പക്ഷെ നമ്മൾ ഈശോയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായെങ്കിലും ഈശോ പാപം ചെയ്തിട്ടില്ല. ഈശോ ഒരു പാപവും ചെയ്തിട്ടില്ല. എല്ലാ പ്രലോഭനങ്ങളെയും നേരിടാൻ ഈശോയ്ക്ക് സാധിച്ചു. നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്, നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, നമ്മൾ പാപികളാണ്. ഈ ഒരു വ്യത്യാസം ഈശോയും നമ്മളും തമ്മിലുണ്ട്. ഈശോയ്ക്ക് മാനുഷികമായ വികാരങ്ങളുണ്ടായിരുന്നു, പ്രലോഭനങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഈശോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ വചനത്തിൽ വായിക്കുന്ന കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യഹൂദരോട്, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കും, പാപം ആരോപിക്കാൻ സാധിക്കും? കാരണം ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഈശോ പാപമൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇതേ ആശയം തന്നെയാണ് ഹെബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ഈശോയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണത്. അപ്പോൾ ഈശോയ്ക്ക് പ്രലോഭനങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഈശോ പാപം ചെയ്തിട്ടില്ല. ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയും എന്നുള്ളത്. പക്ഷെ നമുക്കൊന്നും ഇപ്പോൾ അത് മറ്റുള്ളവരോടൊന്ന് ചോദിക്കാൻ പോലും സാധിക്കില്ല. പക്ഷെ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് അതുകൊണ്ടായിരുന്നോ? സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, ഈശോയുടെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്, മറ്റുള്ളവരെ പോലെയല്ല, അധികാരത്തോടെയാണ് ഈശോ പഠിപ്പിച്ചത്. ഈശോയുടെ അധികാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ധാർമ്മികമായ അധികാരമാണ്, മോറൽ പവറാണ്. അപ്പം അതുകൊണ്ട് ഈശോ പറഞ്ഞത് പ്രവർത്തിച്ച ആളാണ്, പ്രവർത്തിച്ചതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈശോ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു, ഈശോ ശത്രുക്കളെ സ്നേഹിച്ച് കാണിച്ചു തന്നു നമുക്ക്. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനൊക്കെ വലിയ സ്നേഹമല്ല എന്ന് പറഞ്ഞു, ഈശോ അത് ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ച വ്യക്തിയും പ്രവർത്തിച്ച കാര്യങ്ങൾ പറഞ്ഞ വ്യക്തിയുമാണ്. അപ്പോൾ അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് പോയി ഈശോയുടെ ജീവിതത്തിൽ. വെറുതെ കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ മാത്രമല്ല ഈശോ. ഈശോ അതനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ്. അതുതന്നെയാണ് ഈശോയുടെ ഏറ്റവും വലിയ ധാർമ്മികമായ അധികാരവും ശക്തിയും. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് അറിയാം, ഈശോയ്ക്ക് തെറ്റില്ലെന്നറിയാം. അതുകൊണ്ട് നല്ല ഉറച്ച ബോധ്യത്തോടെ ഈശോയ്ക്ക് ചോദിക്കാൻ സാധിച്ചു, നിങ്ങൾ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കും? ഒരുപക്ഷെ നമുക്ക് ഇന്ന് സാധിക്കാതെ പോകുന്ന കാര്യവും അതുതന്നെയാണ്. അടുത്തൊരു ചോദ്യം ഇതാണ്, ദൈവപുത്രനായ ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലും ഒരുപാട് മന്ത്രവാദികൾ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഈശോയും ഈ മന്ത്രവാദികളും ചെയ്യുന്ന അത്ഭുതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഈശോയുടെ അത്ഭുതങ്ങൾ ആത്യന്തികമായിട്ട് ഈശോയുടെ ദൈവിക ശക്തിയുടെ പ്രകടനങ്ങളാണ്. ഈശോയുടെ ദൈവത്വമാണ് അതിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ഈശോ
സ്വന്തം ശക്തിയാലാണ് അത്ഭുതങ്ങൾ ചെയ്തത്, അതായത് ദൈവമായതുകൊണ്ട്. മറ്റ് പല വ്യത്യാസങ്ങളും നമുക്ക് ഇന്ന് പലരും ചെയ്യുന്ന അത്ഭുതങ്ങളിൽ നിന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രവാദികൾ ചെയ്യുന്ന ചില അത്ഭുതകരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അടയാളങ്ങളിൽ നിന്നൊക്കെ ഈശോയുടെ അത്ഭുതങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട്. ഈശോ ഒരത്ഭുതവും സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടില്ല, സ്വന്തം കാര്യസാധ്യത്തിനായി. അതുപോലെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഈശോ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അത്ഭുതം ചെയ്യാനായിട്ട് ഈശോയുടെ വിചാരണ വേളയിൽ ഹെരോദോസ് രാജാവ് നിർബന്ധിക്കുന്നുണ്ട്. ഒരു മാജിക്കൊക്കെ കാണുന്ന പോലെ, ഒരു കൺകെട്ട് വിദ്യ കാണുന്ന പോലെ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഹെരോദോസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈശോ അവിടെ അത്ഭുതമൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവിശ്വാസികളുടെ ഇടയിൽ, വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈശോ അത്ഭുതം ചെയ്യുന്നില്ല. കാരണം ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം വിശ്വാസവും അത്ഭുതവുമായി ചേർന്ന് പോകുന്നതാണ്. അത് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈശോയെ സംബന്ധിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നത് പേരെടുക്കാനോ പ്രശസ്തിക്ക് വേണ്ടിയോ സ്വന്തം കാര്യം നേട്ടത്തിന് വേണ്ടിയോ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ ഒന്നുമല്ല. പലപ്പോഴും ഈശോയുടെ അത്ഭുതങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത് ഈശോയ്ക്ക് മറ്റു മനുഷ്യരോടുണ്ടായിരുന്ന അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രകടനങ്ങൾ കൂടിയാണ്. സുവിശേഷങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. അവന് അവർക്ക് അല്ലെങ്കിൽ അവളോട് അല്ലെങ്കിൽ അവനോട് അനുകമ്പ തോന്നി. അപ്പോൾ പലപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. ഇനി ഈശോ ചെയ്ത അത്ഭുതങ്ങളോ എല്ലാം തന്നെ മനുഷ്യരെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. ഏതെങ്കിലും ചില അസാധാരണപരമായ കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഈശോയുടെ അത്ഭുതങ്ങൾ. വായുവിൽ നിന്ന് ലഡു എടുത്തു കൊടുക്കുക, ആപ്പിൾ എടുത്തു കൊടുക്കുക, അങ്ങനത്തെ അത്ഭുതങ്ങളൊന്നുമല്ല. കൂടുതൽ അത്ഭുതങ്ങൾ ഈശോ ചെയ്ത് സൗഖ്യം നൽകുന്ന അത്ഭുതങ്ങളാണെന്ന് നമുക്കറിയാം. ഇനി ഈശോ നൽകുന്ന സൗഖ്യമാണെങ്കിലും മറ്റു പല അത്ഭുതങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈശോ സമ്പൂർണ്ണ സൗഖ്യം നൽകിയ വ്യക്തിയാണ്. ശാരീരികമായ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുമ്പോഴും മാനസികവും ആത്മീകവുമായ സൗഖ്യം കൂടെ ഈശോ നൽകുന്നുണ്ട്. അതുകൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഈശോ പറയും, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഒരു സമ്പൂർണ്ണ സൗഖ്യം മനുഷ്യനെ പ്രദാനം ചെയ്ത വ്യക്തിയാണ് ഈശോ. പേരിനോ പ്രശസ്തിക്കോ തൻകാര്യ സാധ്യത്തിനോ നേട്ടത്തിനോ വേണ്ടി ഈശോ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അനുകമ്പ തോന്നി ഈശോ ഈ രോഗികളെയൊക്കെ സൗഖ്യപ്പെടുത്തും, അതുപോലെ പരീക്ഷയിലൊക്കെ വിജയിപ്പിക്കും എന്നാണോ അച്ഛൻ പറഞ്ഞു തരുന്നത്? ഇത് വളരെ ലളിതമായ ചോദ്യമായിട്ട് തോന്നുമെങ്കിലും വളരെ വിശദീകരണം ആവശ്യമായൊരു ചോദ്യമാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ശക്തിയുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് എപ്പോഴും ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഒരു പ്രാർത്ഥനയും നമ്മുടെ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയായോ കാണുന്നത് ഒരു ദൈവികമായ ചിന്തയല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ പ്രയത്നത്തെ മാറ്റി നിർത്തി വളരെ സൂത്രത്തിൽ നേടിയെടുക്കാനുള്ളൊരു കാര്യമായി പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കാണാൻ പാടില്ല. അത് രോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരീക്ഷയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് സാധ്യമായ കാര്യങ്ങളെല്ലാം അധ്വാനിച്ച് നേടണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു കുട്ടി നന്നായിട്ട് പഠിക്കാനുള്ള കടമ ആ വിദ്യാർത്ഥിക്കുണ്ട്. അത് മടി പിടിച്ച് പഠിക്കാതെ ദൈവം എല്ലാ നേരത്തെ എനിക്കെല്ലാം ഉത്തരം പറഞ്ഞു തരുമെന്ന് ചിന്തിക്കുന്നത് ഒരു ശരിയായ വിശ്വാസമല്ല. അതേസമയം നന്നായിട്ട് കഠിനമായിട്ട് അധ്വാനിച്ച് പഠിച്ച് ഒരുങ്ങി പരീക്ഷയെ നേരിടുന്ന ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തീർച്ചയായും അതിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ, ഫലങ്ങളുണ്ടാകും. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലങ്ങൾ പല രീതിയിലാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനം പല രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത്. പരീക്ഷയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് ഓർക്കാനും അത് മനോഹരമായിട്ട് എഴുതാനും അല്ലെങ്കിൽ ചോദ്യപരീക്ഷയാണെങ്കിൽ നന്നായിട്ട് പറയാനും ഒക്കെയുള്ള ഒരു കൃപ, പിന്നെ ശാന്തമായിട്ട് പരീക്ഷയെ നേരിടാനുള്ള ഒരു അനുഗ്രഹം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരാനുള്ള ഒരു അനുഗ്രഹം, പിന്നെ ഒരുപാട് രീതിയിൽ ദൈവകൃപ പ്രവർത്തിക്കുന്നുണ്ട്. മറിച്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒന്നും പഠിക്കാതെ ഒന്നും ഒരുങ്ങാതെ എല്ലാം ആ നേരത്തെ എനിക്ക് ഉത്തരം തരണമെന്ന് പറയുന്നതിനകത്ത് അതിൽ തന്നെ ഒരു സ്വാർത്ഥതയുണ്ടല്ലോ. അതൊരു ശരിയായ ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അസുഖം മാറുന്നതിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും നമുക്കറിയാം, നമ്മളെല്ലാവരും വൈദ്യശാസ്ത്രത്തിൻ്റെ നന്മകളിൽ വിശ്വസിക്കുന്നവരും അതിനെ ആശ്രയിക്കുന്നവരുമാണ്. അപ്പോൾ ദൈവത്തിന് ഈ വൈദ്യശാസ്ത്രത്തിലൂടെയും വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിലൂടെയും പ്രവർത്തിക്കാൻ സാധിക്കും, മരുന്നിലൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന പക്വമായ ഒരു ചിന്താഗതി പുലർത്തുന്നവരാണ് കത്തോലിക്കരായ നമ്മൾ. അല്ലാതെ മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമില്ലെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല.
കാരണം ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ഈശോ പ്രവർത്തിക്കുന്നുണ്ടെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ പല ധ്യാന കേന്ദ്രങ്ങളിലും പോയിട്ട് പല അത്ഭുതങ്ങളും വാങ്ങിയെടുക്കുന്നവരെ കുറിച്ച് അച്ഛന് എന്താണ് പറയാനുള്ളത്? ആത്യന്തികമായി എവിടെ അത്ഭുതം നടന്നാലും, ഇത് ധ്യാന കേന്ദ്രങ്ങളിലാണെങ്കിലും വചനപ്രഘോഷണം ശ്രവിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഏതെങ്കിലും ചില വൈദികരോ അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികളോ പ്രാർത്ഥിച്ചതുകൊണ്ടാണെങ്കിലും എങ്ങനെയൊക്കെ അത്ഭുതം നടന്നെന്ന് നമ്മൾ മനസ്സിലാക്കിയാലും ആത്യന്തികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി അത് ധ്യാനഗുരു ആണെങ്കിലും മറ്റാരാണെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണം മാത്രമാണ്. ആത്യന്തികമായി ഒരു അത്ഭുതം ജെനുവിനായിട്ടുള്ള യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു അത്ഭുതമാണെങ്കിൽ അത് ദൈവിക ശക്തിയുടെ പ്രകടനം തന്നെയാണ്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാനായിട്ട്. വീണ്ടും ഇവിടുത്തെ ഊന്നൽ ഒരിക്കലും ഏതെങ്കിലും വ്യക്തികൾക്കോ ധ്യാന കേന്ദ്രങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ അല്ല നൽകേണ്ടത്, അവരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവകരുണയ്ക്കും ദൈവത്തിൻ്റെ ശക്തിക്കുമാണ്. നമ്മളെപ്പോഴും പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത് ഈശോയെയാണ്. ഈശോയുടെ ശക്തിയും പ്രവർത്തനവുമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് എന്ന കാര്യത്തിനാണ് ഊന്നൽ നൽകേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിക്ക് പ്രാധാന്യം നൽകുകയല്ല വേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിന് സൂചനകളുണ്ട്. പൗലോസ് ശ്ലീഹയെയും ജനങ്ങൾ ദൈവമാണെന്ന് കരുതി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് ശ്ലീഹ അവരെ ശാസിക്കുന്നുണ്ട്. ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് പൗലോസ് ശ്ലീഹ അവരെ തിരുത്തുന്നുണ്ട്. ഈ ഒരു മനോഭാവമായിരിക്കണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആത്മീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഊന്നൽ എപ്പോഴും ദൈവകരുണയ്ക്കും ദൈവിക ശക്തിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനുമാകണം. പിന്നെ പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, അത്ഭുതം സംഭവിച്ചാലേ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ഉള്ളൊരു ചിന്തയാണ്. പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഒരു കാര്യം പ്രാർത്ഥിച്ചു, എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറി, അപ്പോൾ ദൈവം പ്രവർത്തിച്ചു. അത് പൂർണ്ണമായും ശരിയല്ല ആ ചിന്താഗതി. ഒരു പക്ഷേ ആ രോഗം എനിക്ക് ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ അതിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇപ്പോൾ രോഗം മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ദൈവിക പ്രവർത്തനത്തിൻ്റെ മാനദണ്ഡം. രോഗം മാറിയാൽ തീർച്ചയായും അത് ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ ഞാൻ തുടരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തി, ആത്മീയമായ ശക്തി ദൈവം എനിക്ക് നൽകുമ്പോൾ അതും ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഈ ഒരു രോഗത്തിലൂടെ എൻ്റെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനത് കാരണമാകുന്നുണ്ടെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ പ്രവർത്തനമായി തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. നമ്മൾ ഇന്ന് വിശുദ്ധരായിട്ട് കരുതുന്ന, വണങ്ങുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ സഹനങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നുപോയവരാണ്. വിശുദ്ധ അൽഫോൻസമ്മ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അങ്ങനെ എത്രയോ വ്യക്തികൾ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. രോഗശയ്യയിൽ ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ചെലവഴിച്ച് വിശുദ്ധിയിലൂടെ കടന്നുപോയ വ്യക്തികൾ. അപ്പോൾ അത്ഭുതം നടന്നാൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഒരുപക്ഷെ ഒരു രോഗത്തെ സമചിത്തതയോടെ നേരിടാനുള്ള കൃപ ദൈവം നൽകുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അച്ഛാ, ഒരിക്കൽ കൂടെ നന്ദി. തീർച്ചയായിട്ടും എനിക്കും വളരെ സന്തോഷമായിരുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട്. കാരണം ചോദിച്ച ചോദ്യങ്ങളെല്ലാം മറ്റു പലർക്കും ഉള്ള സംശയങ്ങളൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ഇത്രയും സമയത്ത് നമ്മുടെ ചർച്ചയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യം നമുക്ക് വ്യക്തമാണ്. ഈശോ ഒരേ സമയം ദൈവവുമാണ് മനുഷ്യനുമാണ്. നമ്മളെപ്പോലെ മാനുഷികമായ വികാരങ്ങളും പ്രലോഭനങ്ങളൊക്കെ ഈശോയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഈശോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. ഈശോയുടെ അത്ഭുതങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ ദൈവിക ഭാവത്തിൻ്റെ പ്രകടനങ്ങളായിട്ടാണ്. അടിസ്ഥാന സത്യം നമ്മൾ ക്രൈസ്തവരായ നമ്മൾ ഈശോയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈശോ ഒരേ സമയവും ദൈവവും മനുഷ്യനുമാണ് എന്നതാണ്. അപ്പോൾ അച്ഛാ, ഇത്രയും നേരം എൻ്റെ ഈ സംശയങ്ങൾക്ക് ഉത്തരം വളരെ മനോഹരമായി പറഞ്ഞു തന്നതിൽ ഒത്തിരി നന്ദി.